പ്രേക്ഷകർ കാണുന്നത് ആ വാഹനത്തിന്റെ പിന്നാലെ പോലീസ് അകമ്പടിയിൽ മന്ത്രി നിപ പ്രതിരോധ വിലയിരുത്തൽ യോഗത്തിലേക്ക് പോവുകയാണ്. അവിടെ അനീഷ് ചേരുന്നു. അനീഷ്, പോലീസ് കാവലൊരുക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു പ്രതിഷേധ പോസിബിലിറ്റി പോലീസ് കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഒരു പ്രതിഷേധത്തിന് ഒരു സാധ്യത ഏതായാലും പോലീസ് കാണുന്നുണ്ട്. അതിനുള്ള മുൻകൂർ തയ്യാറെടുപ്പുകളെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കാരണം ഇന്നലെ തന്നെ ഒരു പ്രതിഷേധ പ്രകടനം CPM-ന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു. അതായത് ഈ ഏകോപന പ്രവർത്തനങ്ങളിൽ നിപ്പ ഏകോപന പ്രവർത്തനങ്ങളിൽ സർക്കാരിനും അതുപോലെ ആരോഗ്യവകുപ്പിനും വീഴ്ച പറ്റി എന്നൊരു ആരോപണമായിരുന്നു CPM ഇന്നലെ ഉന്നയിച്ചിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായ ഒരു കാര്യം ഉന്നയിച്ചിരുന്നത് ഈ നിപ്പ സ്ഥിരീകരിച്ച ഈ രാമനാട്ടുകരയിലെ ഈ നഗരസഭയിലെ ഈ 5ാമത്തെ ഡിവിഷൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം ഇന്നലെ മുഹമ്മദ് റിയാസ് MLA ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് നിലവിൽ കളക്ടർ അങ്ങനെ ഒരു അവിടെ കണ്ടെയ്ൻമെന്റ് സാഹചര്യം ഇല്ല, പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. അതൊരു പ്രതിഷേധത്തിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം. കാരണം ഒരു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കണം, മുൻപ് അങ്ങനെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് CPM-ന്റെ ഒരു വാദം. അതുപോലെ തന്നെ മന്ത്രി ഏകോപന പ്രവർത്തനങ്ങൾക്കായി ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നില്ല എന്നൊരു ആരോപണവും CPM ഉന്നയിച്ചു. അതായത് മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ മുൻ മന്ത്രിമാർ ഈ കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത ഈ പ്രവർത്തനത്തെ ഏകോപിച്ചിരുന്നു. അതുപോലെ തന്നെ എന്നാൽ ഇപ്പോൾ ഈ പുതിയ സർക്കാർ അധികാരത്തിന് മുന്നേ മന്ത്രി തിരുവനന്തപുരത്താണ്, മന്ത്രി കോഴിക്കോട് എത്തുന്നില്ല എന്നൊരു ആരോപണവും CPM ആരോപണത്തിന്റെ തുടർച്ചയിൽ ആരോഗ്യമന്ത്രി എത്തുന്നു കോഴിക്കോട്ടേക്ക്. നിപ്പ പ്രതിരോധം വിലയിരുത്തലാണ് ആരോഗ്യമന്ത്രിയുടെ വരവിന്റെ ലക്ഷ്യം. കാവലൊരുക്കുകയാണ് പോലീസ്. ദീപക് ധർമ്മടം തുടരുന്നു. ദീപക്, എന്തായാലും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പ്രതിഷേധം ഉണ്ടാവുന്നില്ല. മാത്രമല്ല മുഹമ്മദ് റിയാസ് ഇന്നലെ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളിപ്പോൾ കടന്നൊന്നും പറയുന്നില്ല, ഇപ്പോൾ ആവശ്യം രാഷ്ട്രീയ പോരല്ല, ഇപ്പോഴാവശ്യം നിപ്പയുടെ കൃത്യമായ പ്രതിരോധമാണെന്ന് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പറയേണ്ട വാക്കുകൾ തന്നെയാണ് ഇന്നലെ MLA അവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഒരു പ്രതിഷേധം, ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നിലവിൽ CPM പ്ലാൻ ചെയ്തിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ ദീപക്? നിലവിൽ CPM രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധ പരിപാടി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ നടത്തിയ പ്രൊസഷൻ ഒഴിച്ചാൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു പരിപാടി ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ എന്നാൽ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഈ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ SSB DYSP ഉൾപ്പെടെ സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ DYSP ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. വലിയ കനത്ത സുരക്ഷാ ബന്ദോബസ്തായിരുന്നു പോലീസ് ഈ വഴിനീളം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്കുള്ള ഒരു റൂട്ട് മാർഗത്തിൽ മുഴുവൻ പോലീസിന്റെ കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. സഞ്ചാരപാതയിൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കാരണം പ്രതിഷേധമുണ്ടാകും, കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും എന്ന് കൃത്യമായ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ SSB DYSP ഒന്നും റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ തന്നെ മന്ത്രി വരുമ്പോൾ വന്ന് നിൽക്കുകയുമില്ല. അത് കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കണ്ടെയ്ൻമെന്റ് സോൺ വേണമെന്നുള്ളതാണ് സ്ഥലം MLA ആയ മുഹമ്മദ് റിയാസിന്റെ ആവശ്യം. അദ്ദേഹം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാത്രവുമല്ല കൺട്രോൾ റൂമിൽ നിന്നുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ ഏരിയയിലുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ ജനപ്രതിനിധിക്ക് സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ കണ്ടെയ്ൻമെന്റ് സോൺ എന്നുള്ള ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. പക്ഷേ ഇതുവരെയും അത് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഇന്നത്തെ യോഗത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗിയുടെ ആരോഗ്യാവസ്ഥ അതീവ സങ്കീർണമാണ്. അതായത് തുടരുകയാണ്. പക്ഷേ വേറെ ആൾ കൂടി രോഗമില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.